അതെ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ നിൻ്റെ വണ്ടി ഒന്ന് തരാമോ സ്കൂട്ടർ? എടാ എടാ ജസ്റ്റ് അത്ര ദൂരമൊന്നുമില്ലല്ലോ, നീ കൊല്ലത്തുനിന്നല്ലേ? എടാ ഒരു 70 കിലോമീറ്റർ ഓടിച്ച് 70 കിലോമീറ്റർ എനിക്ക് വേണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ എടാ എടാ അവൾ ഒരുമാതിരി പിള്ളേരെ പോലെയാണെന്ന്. അവൾ ഒരുമാതിരി പിള്ളേരെ കൂട്ടാണെന്ന്. ഈ കാലഘട്ടമാണ് ഇവർ ചുമ്മാ പണയും കഴിഞ്ഞ ഒന്നിന് രണ്ടാമത്തെ ബ്രേക്കപ്പ് ക്രീക്കപ്പ് എന്നൊക്കെ പറയണ കാലഘട്ടമാണ്. അതാണ് നീ. എടാ ജസ്റ്റ് എനിക്കൊരു 2 മണിക്കൂർ എന്നാൽ മതി. ഓ കൊല്ലത്തുനിന്നായതുകൊണ്ട് വരാൻ പറ്റില്ല. എനിക്ക് വേണ്ടി വരാൻ പറ്റില്ലല്ലോ നിനക്ക്? ജസ്റ്റ് ഇല്ലല്ലോ. അല്ല ഒന്നും പറയണ്ട 70 കിലോമീറ്റർ എനിക്ക് വേണ്ടി വരാൻ പറ്റില്ലല്ലോ. വച്ചിട്ട് പോടാ പോടാ. അതെ 4-5 ദിവസം അവിടെ ലോഡെത്തിയിട്ട് എടാ നിങ്ങൾക്കത് ക്ലിയർ ചെയ്തങ്ങ് വിട്ടുകൂടെ? ഇത് ബില്ല് പാസ്സാവാതിരുന്നത് എത്ര ദിവസമാണെന്ന്? ക്രെഡിറ്റ് ഇനി തരാൻ പറ്റത്തില്ല. 10-12 ലക്ഷം രൂപ ഇതാണ്. ഇനി സംസാരമൊന്നുമില്ല. എനിക്ക് കേൾക്കണ്ട. ഞാൻ വയ്ക്കുന്നു. കേൾക്കണ്ട ചുമ്മാ പൈസ അളിയാ തറച്ചക്രം ഞാൻ തന്നെ എവിടെ കിടന്ന് കറങ്ങിയിട്ട് വരണത്? അല്ല ജസ്റ്റ് ഞാൻ കാറ്റ് അല്ല അതല്ല ഞാൻ അത് എൻ്റെ ആൻറ്റിക്ക് തീരെ വയ്യ. അപ്പൊ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം കളിയാ. പോയിട്ടോ. അപ്പൊ അതല്ല ഒരു വണ്ടി വേണം. അത് തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് അളിയനെ കണ്ടേ. ഇത് വണ്ടി ഒന്ന് തരാൻ പറ്റുമോ? അളിയന്റെ വണ്ടി പോകൂല. നീ ആശുപത്രി കേസല്ലേ, വല്ല ആംബുലൻസിനെ വിളി. അതല്ലെന്നേ ജസ്റ്റ് ഇത് 2 മണിക്കൂറത്തെ കേസേ ഉള്ളൂ. 2 മണിക്കൂറത്തേക്ക് ഈ വണ്ടിയും കൊണ്ട് നീ ആന്റിയും കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അതല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വരണ്ടേ? സീരിയസ് ആണ്. ആംബുലൻസ് ആണ് ബെസ്റ്റ് എന്ന്. ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അവളെന്നെ ചീത്ത വിളിക്കുന്നേ. ആന്റി എന്നെ ചീത്ത വിളിക്കുന്നു. ആന്റി ഇങ്ങനെയൊക്കെടാ പറയണ? അല്ല അങ്ങനെയല്ല അളിയ തരാൻ പറ്റുമോ? എടാ എനിക്ക് തരണേന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് എന്റെ വണ്ടിയല്ല, എന്റെ സ്റ്റാഫിന്റെ വണ്ടിയാടാ. സ്റ്റാഫിന്റെ വണ്ടിയാണ്. എങ്ങനെ ഞാൻ തരണ? ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ നിനക്ക് ഞാൻ വണ്ടി വന്ന എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? എന്ത് 3 മിനിറ്റ് പോകണമല്ലുണ്ടാവും. പെട്ടെന്ന് പോയിട്ട് വരാം. എടാ നീ നടക്കണ കാര്യമല്ലോ പറ. നീ എന്തോന്ന് പറയണത്? എന്റെ മുഖത്ത് നോക്കി. നിന്റെ മുഖത്ത് നോക്കിയോണ്ടാണ് ഞാൻ പറയണത്. അതെനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മനുഷ്യത്തില്ലാത്ത മനുഷ്യന്മാർക്ക് എന്ത് മനുഷ്യന്മാരാണ് പുറം. ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കുകയാണ്, തരാൻ പറ്റൂല്ലോ? എടാ അവസ്ഥ അതാണ്ടാ. ഇല്ലല്ല മതി 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 എടാ മതി. ഞാൻ എന്തൊരു മനുഷ്യനാണ്, ഇത്രയ്ക്ക് ക്രൂരനാണ്. ഹലോ എന്തോന്ന് വെച്ചാ ആ പയ്യൻ എന്തോന്ന് ചോദിച്ചത്? വണ്ടി ഇതെവിടെ? വണ്ടി തരുമെന്ന്. വണ്ടി തരുമെന്നോ? അവൻ എൻ്റെ ഒരു കൊട്ടേഷനാണ്. ഇതല്ലേ അവൻ? ഇതല്ലേ അവൻ? ഇതെന്ന് വെച്ചാൽ അവൻ. ഇതാണ് അവൻ. വാണ്ടഡ് മുത്തു. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടോപ്പ് ക്ലാസ് ക്ലൈൻ്റ് ഉണ്ട്. ആ ക്ലൈൻറ്റിൻ്റെ മകളെ വളച്ച് കുപ്പിയിലാക്കി നടക്കുന്ന പ്ലേ ബോയ് ചെറുകൻ. അവനാ?